അല്ലേ ഇതാരാ? ഇരിക്കൂ, ശരി. ഈ റെക്കോർഡ് പ്ലെയറിന്റെ കാര്യത്തിനല്ലേ കൊടുത്തയക്കാം ഉടനെ? അതല്ല, ഞാൻ ജോലി അന്വേഷിച്ചു വന്നതാണ്. പിന്നെ ഈ രാമുണ്ണി മേനോന്റെ മകൾക്ക് ജോലിയോ? സാറിന് തെറ്റിപ്പോയി. ഇല്ല, ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ എല്ലാം ഒരു ഫാഷനാ. വീട്ടിൽ എത്ര പണം ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന രസമല്ലേ? വെരി ഗുഡ്. പിന്നെ ഈ രാമുണ്ണി മേനോന്റെ മകളുടെ സ്റ്റാറ്റസിനെ പറ്റിയ ജോലി. പിന്നെ എനിക്കൊരു സെക്രട്ടറിയുടെ ആവശ്യമുണ്ട്. അത് മതി. See, only if you don't mind. It's all right. ഒരു ജോലി വേണമെന്നേ ഉള്ളൂ. എന്താ പേര്? രേവതി. ഓ, അച്ഛൻ മകളുടെ പേരില എല്ലാ ബിസിനസ് നടത്തുന്നല്ലേ? രേവതി ടൈൽസ്, രേവതി ഫുഡ്സ്, രേവതി മിൽസ്, എല്ലാം പേരിലല്ലേ? എനിക്ക് പേരിഷ്ടപ്പെട്ടു. താങ്ക്സ്. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഈ സാറ് വിളി നിർത്തി എന്റെ പേര് വിളിച്ചാൽ മതി. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഗോപു എന്ന് വിളിക്കാം. ഒന്നും പറയണ്ട, അങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ? See, you can be on your seat from today. Thank you. It's my pleasure. കളിക്കാ നോക്കിടാ. ഇത് നമ്മുടെ പുതിയ പട്ടിയാ. എങ്ങോട്ടാ ഈ പന്നിയെ കൊണ്ട്? പന്നിയൊന്നുമല്ല, പട്ടിയാ. കണ്ണുണ്ടൂടെ? ഞാൻ പട്ടിയോടാ ചോദിച്ചത്. ഭാര്യയാണെന്ന് പറഞ്ഞ എന്തും പറയാനൊന്നും വിചാരിക്കണ്ട. അത് ശരി. ഈ പട്ടി ഉൾപ്പെടെ പലരുടെയും ധാരണ താൻ എന്റെ ഭർത്താവും ഞാൻ തന്റെ ഭാര്യയാണ്. കേട്ടോടാ, ഞാനാ ഭർത്താവ്. ഇവരുടെ പെരുമാറ്റം കേട്ട് തെറ്റിദ്ധരിക്കണ്ട. എനിക്കൊന്നും വേണ്ട, അന്നെ ജോലി നോക്കിയാൽ മതി. വലിയ തമാശ കേട്ടതുപോലെ. കണക്കെട്ടി പെട്ടി. എന്താ ചെല്ലപ്പാ ഒരു ചിരി? ഹരി വന്നില്ലല്ലേ? ഇല്ല, ബോംബെയിൽ ഒരാഴ്ചത്തെ കൂടെ പണിയുണ്ട്. ഞാൻ മേനോദയത്തുനിന്ന് കാണാൻ വന്നതാ. അദ്ദേഹം ഇല്ലേ? അദ്ദേഹം പുറത്തു പോയിരിക്കാ. ഓ സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അയ്യോ വേണ്ട, അദ്ദേഹം ഗുരുവായൂർ ശബരിമല അല്ല ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കാ. അയ്യോ, അങ്ങനെയാണ്. അപ്പോ ഇന്നിന് വരില്ല? നാളെ വരൂ. എന്നാലൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വരാം. നാളെ വരുമോ? ഓ പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ? കിളവന് തുപ്പാങ്ങണ്ട ഒരു സമയം. ബാക്കിയുള്ളവനെ തൊലച്ചിട്ട ഇയാൾ ഈ ലോകം വിടുകൊള്ളായിരിക്കും. ചെല്ലപ്പാ നീ ഓടിക്കോ, ഇവിടെ നിന്ന് നിന്റെ ശവം പോലും ബാക്കി കിട്ടുകയല്ല. കാര്യം പറ. നിനക്ക് അച്ഛനുണ്ട്, സംഭവിച്ചു. ഇപ്പൊ എന്താ പ്രശ്നം? മരിച്ചു. ഇപ്പൊ ആള് വന്നിരുന്നു. എനിക്ക് മുതലാളി 1000 രൂപ തരണം. ഞാൻ ജോലി ചെയ്ത് തീർത്തോളാം. നീ വിഷമിക്കാതെ. നീ ഒരു മോനിലേ ഉള്ളൂ. അപ്പൊ വേഗം ചെല്ലുക, ഇല്ലേ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവും. ഞാൻ പോയാലും കുഴപ്പമാകാനുള്ളതെല്ലാം കുഴപ്പമാവും. 1000 രൂപ. എടാ കഴിവരുടെ മോനെ, ഇങ്ങനെ കച്ചവടം നടത്തിയാൽ മഹാഭാവം കിട്ടൂടാ. ഒരല്പം ഭാവം കിട്ടാത്ത ജീവിതം എന്ത് ജീവിതം ആശാനെ? മന്ത്രിസഭ മാറുന്നതിനേക്കാൾ സ്പീഡിലാ സാധനങ്ങളുടെ വില വരുന്നത്. എന്നാൽ അതനുസരിച്ച് പശുവിന്റെ പാല് വിടുവോ? അതുമില്ല. ജീവിക്കാൻ പിന്നെ എന്ത് ചെയ്യും? അത് പോട്ടെ, ആശാൻ പറഞ്ഞത് എന്താ? പ്രേമല്ലേ? നീ എങ്ങനെ പച്ചയ്ക്ക് ചോദിക്കാതെ എനിക്കൊരു ഇത്. ഏത്? ഞാൻ ഏറ്റു. പിന്നെ കമ്മീഷൻ ഇല്ലാത്ത പരിപാടി ഇല്ല. ഓക്കെ. പുള്ളിക്കാരത്തേക്ക് ജോലിയൊക്കെ കിട്ടിയാൽ ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? ഇതാണ് കാര്യം പറയാൻ കറക്റ്റ് സമയം. നാളെ കാര്യം പറയുന്നു, സമ്മതം മേടിക്കുന്നു, പിന്നെ കല്യാണം. ചേച്ചി ഒന്ന് നില്ല്.
ജോലി കിട്ടിയെന്ന് കേട്ടു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം പറഞ്ഞാൽ കമ്മീഷൻ തരണം. എന്താണെന്ന് പറയൂ. ഒരു ജോലിയായി താമസിക്കാൻ ഒരു വീടുണ്ട്. ഒരു പെണ്ണിന് ഇനി എന്താ വേണ്ടത്? എന്താ? ഒരു ചെറുക്കൻ അല്ലേ? ഓ അതെ അതെ, ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. നീ തന്നെ ആയിരിക്കും. ഓ അതിനുള്ള ഭാഗ്യമൊന്നും നമുക്കില്ലേ? വേറെ ആരാ? ഏതായാലും ആശാനും ചേച്ചിയും ഭാര്യ ഭർത്താവായി താമസിക്കുന്നുണ്ട്. എന്നാ പിന്നെ അവന് നടത്തിക്കൂടെ? ഛീ, എനിക്ക് കല്യാണം ആലോചിക്കാൻ നീ ആരടാ? കമ്മീഷൻ കിട്ടുമെന്ന് കരുതിയാ. അയ്യോ തരാടാ. അതെ, നമ്മുടെ പേരും നാണൊക്കെ ഒന്നാണേ. അതുകൊണ്ട് പറയാ, തെറ്റിദ്ധരിക്കരുത്. ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചേരണേ. രാമുണ്ണി മേനോന്റെ ഏക മോള, അടിച്ചാൽ ലോട്ടറിയാ. ഹോട്ടൽ പങ്കജിലേക്കുള്ള ഓർഡറാണ് 50 T6ന്. ആ ഈ ഫയൽ വെച്ചേക്കൂ, നാളെ നോക്കാം. അയ്യോ മണി 5 നമുക്ക് പോവാം. രേവതി വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അധികം ദൂരമൊന്നുമില്ലല്ലോ. അയ്യോ അത് പറ്റില്ല. ഒന്നാമത് രേവതിക്ക് ഇവിടെ ജോലി എന്ന് തന്നെ തെറ്റാണ്. പിന്നെ നടന്നു പോകാൻ അനുവദിക്കുന്ന അതിലും വലിയ തെറ്റാണ്. Come on, I'll drop you. No, 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 come, 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 come. Okay, see you. See you. Bye. Bye. Bye, bye. Bye bye. Bye, bye. Bye. പൊയ്ക്കുള്ളൂ. രേവതി പോയിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതെന്താ? അത്രയും നേരം കൂടെ കണ്ടോണ്ടിരിക്കാമല്ലോ. Bye. Bye, bye. Bye, bye. എന്താ ഇടിയും മിന്നലും പേടിയാ? എനിക്കാരെയും പേടിയില്ല. എന്റെ മുറി ചോരുന്നു. കൂടുതൽ കിന്നാരൊന്നും ചോദിക്കണ്ട. ഞാൻ കിടക്കാൻ പോന്നു.